ഹലോ, നമ്മളിന്ന് നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഒരു ചെറിയ വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കുടുംബക്ഷേത്രം ഉള്ളത്. എല്ലാ മാസവും 38 വെള്ളിയാഴ്ചയാണ് കേട്ടോ അവിടെ പായസം വയ്ക്കുക. ഒരു മാസത്തിൽ ഒരു വട്ടമേ ഉള്ളൂ പൂജ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ അച്ഛൻ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഓരോ കുടുംബത്തിൽ നിന്നും ശർക്കരയും പച്ചരിയും ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ എല്ലാവരുടെയും എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പായസം ഉണ്ടാക്കുക. നേരത്തെ വരാൻ പറ്റാത്തവർ ഇതുപോലെ കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് വിടും കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ അമ്പലത്തിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മുടെ അമ്പലത്തിൽ പൂജയുടെ 2 ദിവസം മുൻപ് തന്നെ ഇതുപോലെ വിളക്കും അതേപോലെ കിണ്ടികളും പിന്നെ തൂക്കുവിളക്കൊക്കെ കഴുകി വെക്കും. അപ്പോൾ വല്യമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്പലത്തിലേക്ക് പൂജിക്കാനുള്ള പൂവൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓണത്തിന് പൂക്കളിടുന്ന സമയത്ത് ഇവിടുന്ന് പൂവ് പൊട്ടിക്കാൻ വരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണണം. അപ്പോൾ നമ്മൾ പൂവൊക്കെ പൊട്ടിച്ച് വെച്ചു. നമ്മുടെ അമ്പലത്തിൽ പൂക്കളുണ്ടെങ്കിലും ഇവിടെ ഒരു അച്ഛമ്മ എപ്പോഴും ഈ പൂജാ സമയത്ത് പൂക്കൾ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൂവേ പൊട്ടിച്ചുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി. അപ്പം നമ്മൾ നമ്മുടെ കൽവിളക്കിൻ്റെ ആദ്യത്തെ തട്ടൊന്ന് കത്തിച്ച് വെക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മുടെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചപ്പോഴേക്കും കറണ്ട് വീണ്ടും വന്നേ. മിക്കവാറും കുട്ടികളുടെ കയ്യിലാട്ടോ പൂജാ സാധനങ്ങളൊക്കെ കൊടുത്ത് വിടുക. അവർ പിന്നെ വീട്ടിൽ വിളക്കൊക്കെ വെച്ച ശേഷമാണ് വരിക. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്പലമൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ വിളക്കുകളൊക്കെ ഓരോ സ്ഥാനത്ത് കൊണ്ടുവച്ച് എണ്ണയും തിരിയും ഒക്കെ ഇട്ട് കൊളുത്താൻ തുടങ്ങി. അപ്പോൾ ഈ അച്ചമ്മയാണ് സ്ഥിരമായി നമ്മുടെ അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂക്കൾ കൊണ്ടുവരാറ്. ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൂക്കളെ പറിച്ചിട്ടുള്ളൂ. നമ്മുടെ അച്ചമ്മ അവിടെ ചുറ്റുവിളക്കൊക്കെ കൊളുത്താനായി. ആരും വരുന്നില്ലേ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചന്ദനത്തിരി വെക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ വാഴയുടെ തണ്ടാണ്. ശരിക്കും വട്ടത്തിലുള്ള കിട്ടുകയാണെങ്കിൽ കറക്റ്റാവും. ഇത് കുറച്ച് ഉണങ്ങിയതാണ്, എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ ശ്രീക്കുട്ടിയാണ്, കസിൻ്റെ മോളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വിളക്കൊക്കെ വെച്ച് ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ അമ്പലത്തിൽ ഇതുപോലെ പൂജയുള്ള സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ വരുമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ പറയുമ്പോൾ ഫോണും നോക്കിയിട്ട് അങ്ങനെ വീട്ടിലിരിക്കും. അങ്ങനെ ഞാനും ശ്രീക്കുട്ടിയും കൂടി പാമ്പങ്കാവിൽ വിളക്കൊക്കെ വെച്ചു. ഇനി നമുക്ക് ചുറ്റുവിളക്ക് കൊളുത്താൻ പോവാം കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൽവിളക്കൊക്കെ മുഴുവനായിട്ടും കത്തിച്ചു. പിന്നെ തൂക്കുവിളക്ക് കത്തിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ അമ്പലങ്ങളിൽ അവിടുത്തെ കാരണവന്മാരുടെ സമാധിയും കൂടെ ഉണ്ടാവും. അവിടെ വിളക്കൊക്കെ വയ്ക്കും പൂജ ചെയ്യുന്ന സമയത്ത്. നമ്മുടെ ഈ അമ്പലത്തിലും ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയുടെയും സമാധിയാണ്. അപ്പോൾ നമ്മളിവിടെ പൂജ ചെയ്യുമ്പോഴും വിളക്ക് വയ്ക്കുമ്പോഴൊക്കെ ഇവിടെയും പൂജിക്കുകയും വിളക്ക് വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓരോരുത്തരായി വന്നു കുട്ടികളൊക്കെ. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയും ബാക്കിയുള്ള കുട്ടികളൊക്കെ ചേർന്ന് ചുറ്റുവിളക്കൊക്കെ കൊളുത്താൻ തുടങ്ങി. നമ്മുടെ വല്യമ്മ പായസത്തിലേക്കുള്ള വാഴയിലൊക്കെ വെട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സമാധികൾ. ഞാൻ ഈ കത്തിക്കുന്ന വിളക്കുകളെ കാണുമ്പോഴുണ്ടല്ലോ ഒരുപാട് കാലത്തിൻ്റെ പുറകിലേക്ക് പോയ പോലെ തോന്നുന്നുണ്ടാവും കേട്ടോ. കാരണം ഞാൻ ഈ വിളക്ക് കാണാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 10-28 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഏകദേശം. പിന്നെ അച്ഛൻ്റെ കയ്യും പിടിച്ച് ഈ അമ്പലത്തിലേക്ക് വരുന്നതും ഞാനും ചേച്ചിയൊക്കെ ചേർന്ന് സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുന്നതൊക്കെ അതെല്ലാം ഒരു നല്ല നല്ല പഴയ ഓർമ്മകളാണ്. അമ്പലത്തിന് ചുറ്റുമായി പാലമരവും ആൽമരങ്ങളും അങ്ങനെ മാങ്ങമരമൊക്കെ ആയിട്ട് ഒരുപാട് മരങ്ങളുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ അമ്പലം എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ അമ്പലം പറയുന്നത് അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. അമ്പലത്തിൻ്റെ വാതിലുകളും അതുപോലെ തൂണുകളൊക്കെ ഡിസൈനിൽ ആ പഴയ ചിത്രപ്പണികളോട് കൂടിയായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റ് കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൂമൊക്കെ ഉള്ള അമ്പലങ്ങൾ. അതേപോലെ തന്നെ സമാധീൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വലിയ മാങ്ങാമൂച്ചി ഉണ്ടായിരുന്നു. ആ മാങ്ങാമൂച്ചീൻ്റെ വേരുകൾക്കിടയിലായിട്ട് തന്നെ ഒരു കുഞ്ഞ് ദൈവത്തിനെ വെച്ചിട്ടുള്ളൊരു അറയൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ പഴയ കാലത്തെ ഓർമ്മകളാണ് കേട്ടോ അമ്പലത്തെക്കുറിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അമ്പലം അതായത് ഈ ഭാഗമൊക്കെ മരങ്ങളൊക്കെ വെട്ടി തെളിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അമ്പലത്തിലെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു. പായസപ്പുരയിൽ പായസത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ദേ വന്നവരൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മായി തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിയാണ് പായസപ്പുരയിലിപ്പോൾ നിൽക്കുന്നത്. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് കാറ്റൊക്കെ നല്ല വീശുവേ, അപ്പോൾ വിളക്കൊക്കെ കെടും. അപ്പോൾ നമ്മൾ വീണ്ടും കത്തിക്കും. പൂജ കഴിയുന്നവരെ കത്തിക്കണം. ഇവിടെ ഇപ്പോൾ പൂജിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ കാരണവരായ വല്യച്ഛനാണ്. അപ്പം നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞ് തൊഴുത ശേഷം നമ്മൾ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ദേ പൂജയൊക്കെ കഴിഞ്ഞു, തൊഴുതു. നമ്മുടെ പായസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പായസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പിങ്കി ഉണ്ടല്ലോ, പിങ്കിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പായസമേ കൊടുക്കുള്ളൂ, അവൾക്ക് അധികം മധുരം കൊടുക്കില്ല. അതിന് ശേഷം നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ട്, അവർക്ക് കൊടുത്ത് നോക്കണം, അവർ കഴിക്കുമോ അറിയില്ല. നമ്മുടെ പിങ്കിക്കാണെ സങ്കടം വന്നിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ പായസം കൊണ്ട് പൂച്ചേൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടിട്ട് നമ്മുടെ പൂച്ചകളിനെ തീരെ ഇഷ്ടമല്ല പിങ്കിക്ക്. നമ്മുടെ അത് കൂടെ വന്നു കഴിഞ്ഞാൽ അവൾ ആട്ടി ഓടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പൂച്ചക്കുട്ടികൾ ഉള്ളിലേക്കൊന്നും കയറില്ല. നമ്മൾ മതിലിൽ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ പൂച്ചക്കുട്ടികൾക്ക് അതേ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഈ പൂച്ചക്കുട്ടിക്ക് 2 കുട്ടികളാണ്. അല്ല, ഒരാൾ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ, ഒരാൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ആൾ താഴെ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് കയറി വരുന്നില്ല. അപ്പോൾ ഞാൻ ആൾക്ക് വിട്ടിട്ട് പായസം ഇട്ട് കൊടുത്തു, പക്ഷേ ആൾ കയറി വന്നില്ല കേട്ടോ. പിന്നെ ദേ അമ്മപ്പൂച്ച വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് താഴെ തന്നെ ഞാൻ പായസം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ വന്ന് കഴിച്ചോളെ. അപ്പോൾ ദേ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്, ആൾ വന്ന് പതുക്കെ കഴിച്ചു പോകുന്നുണ്ട് കേട്ടോ.